10ാമത്തെ ഷെഡ്യൂളിൽ This call is now being recorded. കൂറുമാറ്റമായിട്ട് ബന്ധപ്പെട്ട ഡിഫെക്ഷനായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ കൂറുമാറ്റത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പാർട്ടിയിൽ നിന്ന് വിജയിച്ച വ്യക്തി മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിയുമ്പോൾ അയാൾ ആ വിജയിച്ച സീറ്റിന് അയോഗ്യത കൽപ്പിക്കുന്നതാണ് കൂറുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ കൂറുമാറ്റമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ചർച്ച ചെയ്യുന്നതാണ് 10ാമത്തെ ഷെഡ്യൂളിൽ ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി 11ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 11ാമത്തെ ഈ ഷെഡ്യൂളിൽ സംസാരിക്കുന്നത്. 12ാമത്തെ ഷെഡ്യൂളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭകളെ പറ്റിയാണ്. അപ്പോൾ ആ ഓരോ വിഷയങ്ങളുടെ ആദ്യത്തെ അക്ഷരം കൂട്ടിയാണ് ഈ ഷോർട്ട് ഉണ്ടാക്കിയേക്കുന്ന ടിയേഴ്സ് ഓഫ് ഓൾഡ് ബിഗിൻ. അപ്പം നിങ്ങൾ ആ ഒരു രീതി പഠിച്ചു വെക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ചോദ്യങ്ങളോട് കാണാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലായിപ്പോകും. ഇതാണ് PSC എന്ന ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ ഈ വിഷയങ്ങൾ ഏതൊക്കെ ഷെഡ്യൂളിൽ ആണ് ഉൾപ്പെട്ടേക്കുന്നതെന്നാണ് ചോദ്യം. അത് മാച്ച് ചെയ്യാനാണ് ചോദ്യം വന്നേക്കുന്നത്. 1ാമത്തെ പ്രൊവിഷൻ അല്ലെങ്കിൽ 1ാമത്തെ വിഷയമായിട്ട് വന്നേക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. നമ്മൾ പറഞ്ഞു പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് അവർ തിങ്ങിപ്പാക്കുന്ന സ്ഥലങ്ങളെ ഭരിക്കാനായിട്ട് പ്രത്യേകം ചില അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചില ചട്ടങ്ങളും ആ ഒരു രീതികളൊക്കെ ഉണ്ട്. അപ്പം അതിനെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതാണ് 5ാമത്തെ ഷെഡ്യൂൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത്തരം ഈ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലമല്ല, നമ്മുടെ വടക്കിഴക്കൻ ഭാഗങ്ങളിൽ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം പോലെയുള്ള ആ ഒരു ഭാഗത്തെ ഗോത്ര വിഭാഗക്കാർ ഭരിക്കുന്ന ഏരിയാസിനെ ഭരിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ, ആ ഒരു രീതികളെ പറ്റി എല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് തൊട്ടടുത്ത ഷെഡ്യൂളാണ് നമ്മൾ പറഞ്ഞായിരുന്നു. 6ാമത്തെ ഷെഡ്യൂളിലാണ് അത് ചർച്ച ചെയ്യുന്നത്. ഇനി പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മുനിസിപ്പാലിറ്റീസ്. നഗരസഭയെ പറ്റി പറയുന്നത് ഏതാണെന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 12ാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഷെഡ്യൂളിലാണ് മുനിസിപ്പാലിറ്റീസിനെ പറ്റി പറയുന്നത്. ഇനി അടുത്തതായിട്ട് അലോക്കേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അതാണ് നമ്മൾ ആ ഒരു ലിസ്റ്റുകളുടെ കാര്യം പറഞ്ഞത്. ഫെഡറൽ ലിസ്റ്റുകളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചേക്കുന്ന അതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഏതൊക്കെ വിഷയത്തിലാണ് നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നാണ് ഈ 4ാമത്തെ പ്രൊവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോക്കേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അപ്പം അത് ഇവിടെ കാണുന്നത് പോലെ 7ാമത്തെ ലിസ്റ്റിലാണ് ഈ ഫെഡറൽ ലിസ്റ്റുകളെ പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പം 1ാമത്തെ പ്രൊവിഷൻ ഇവിടെ ഇപ്പം ചോദ്യത്തിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അത് 5ാമത്തെ ഷെഡ്യൂളാണ്. അപ്പം 1ാമത്തേത് C ഓപ്ഷനുമായിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി 2ാമത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറം എന്ന് പറഞ്ഞാൽ അത് ഷെഡ്യൂൾ 6ആണ്. 5 ശേഷം വരുന്ന 6ാം ഷെഡ്യൂളാണ്. അപ്പോൾ അത് നമുക്ക് D ഓപ്ഷനുമായിട്ടാണ് മാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ്, നഗരസഭകളുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 12ആണ്. അതപ്പം നമുക്ക് B ഓപ്ഷനുമായിട്ടാണ് മാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അലോക്കേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാനായിട്ട് അവർക്ക് പവർ ഉണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് 7ാമത്തെ ഷെഡ്യൂളാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അതൊന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആയിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ D ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഇതും PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ of the members of parliament and state legislatures on the ground of defection. അതായത് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ അയോഗ്യത കൽപ്പിക്കുന്ന, അതായത് കൂറുമാറ്റമായിട്ട് ബന്ധപ്പെട്ട അയോഗ്യത കൽപ്പിക്കുന്ന ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക ഏതാണെന്നാണ് ചോദ്യം. അതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്യുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 10ാമത്തെ ഷെഡ്യൂൾ ഡിഫെക്ഷൻ എന്നും പറഞ്ഞു ഇവിടെ കിടക്കുന്ന 10ാമത്തെ ഷെഡ്യൂളിലാണ് കൂറുമാറ്റ നിരോധനവും അതുമായിട്ട് ബന്ധപ്പെട്ട അയോഗ്യതയൊക്കെ കൽപ്പിക്കുന്ന ഡീറ്റെയിൽസ് വരുന്നത്. അപ്പം ഈ ചോദ്യം വെച്ചിട്ടാണെങ്കിൽ ഓപ്ഷൻ A ആയിരിക്കും ഉത്തരം വരുന്നത്. 10th ഷെഡ്യൂളിലാണ് ഈ കൂറുമാറ്റ നിരോധനം അല്ലെങ്കിൽ ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്.
അപ്പോൾ അതൊന്നും നമ്മൾ ഭരണഘടനയുടെ ആ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു 12 ഷെഡ്യൂളിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഷെഡ്യൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഇനി രണ്ടാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ ഭരണഘടന റിജിഡും ആണ് ഫ്ലെക്സിബിളും ആണ്. അതിന്റെ അർത്ഥം ഒരു ഭരണഘടനയിലെ വിഷയങ്ങൾ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഫ്ലെക്സിബിൾ അയവുള്ള ഭരണഘടന എന്ന് പറയും. ഒരു ഭരണഘടനയിലെ പ്രൊവിഷൻസിനെ എളുപ്പത്തിൽ ഭേദഗതി അല്ലെങ്കിൽ അമെൻഡ്മെന്റ് വഴി മാറ്റാൻ സാധിക്കുമെങ്കിൽ അതിനെ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ അയവുള്ള ഭരണഘടന എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഒരു ഭരണഘടനയിലെ ഒരു ഭരണഘടനയിലെ വിഷയങ്ങളെ മാറ്റുക അല്ലെ അമെൻഡ് ചെയ്യുക, ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ ആ ഒരു ഭരണഘടന നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. റിജിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാഠിന്യമേറിയ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് അതിന് മാറ്റം വരുത്താനായിട്ട് അത്രയേറെ ബുദ്ധിമുട്ടേറിയ ഭരണഘടന, ആ ഒരു അർത്ഥത്തിലാണ് റിജിഡ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വരുന്നത്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് റിജിഡും ഫ്ലെക്സിബിളും കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ ആ ഭരണഘടന ഫ്ലെക്സിബിൾ ആണ്. ഇനി ആ ഒരു ഭരണഘടന എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ലെങ്കിൽ അത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിജിഡും ആണ് ഫ്ലെക്സിബിളും ആണ്, അതായത് അയവുള്ളതുമാണ് എന്നാൽ ഈ കാഠിന്യമേറിയതുമാണ് അല്ലെങ്കിൽ മാറ്റം വരുത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളതുമാണ്. ഈ രണ്ട് പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. അതായത് നമ്മുടെ ഭരണഘടന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഒന്നാണ് മൗലിക അവകാശം അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്. ഈ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ പാർലമെന്റിന്റെ പ്രത്യേക മജോറിറ്റി ഒക്കെ വേണ്ടതായിട്ടുണ്ട്. അവിടെ പ്രസന്റ് ആയിട്ടിരിക്കുന്നവരുടെ ഭൂരിപക്ഷം വേണം, മൊത്തം എണ്ണത്തിന്റെ ഇത്ര ഒരു ശതമാനം വേണം എന്നൊക്കെയുള്ള കുറച്ച് കൂടിയ ഒരു പ്രൊവിഷൻസോട് കൂടിയേ നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മുടെ മൗലികാവകാശങ്ങൾ പോലെയുള്ള ചില വിഷയങ്ങളെ മാറ്റം വരുത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ ഭരണഘടന റിജിഡ് ആണെന്ന് പറയാൻ സാധിക്കും. എന്നാൽ നമ്മുടെ രാജ്യത്ത് പുതിയതായിട്ട് ഒരു സംസ്ഥാനം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഔദ്യോഗിക ഭാഷ, ഇപ്പം ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ഒരു നിയമം പാസ്സാക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെ അത് മാറ്റാൻ സാധിക്കും. അപ്പം പുതിയതായിട്ട് ഈ സംസ്ഥാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പുതിയതായിട്ട് ഔദ്യോഗിക ഭാഷയൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് സിമ്പിൾ മജോറിറ്റി മതിയാകും. അപ്പം എളുപ്പത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അപ്പം ഭരണഘടനയിലെ ഇത്തരം പ്രൊവിഷൻസ് എളുപ്പത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതിന്റെ അർത്ഥം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സവിശേഷത നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ടെന്നാണ്. ആ ഒരു രീതിയിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന റിജിഡും ആണ് ഫ്ലെക്സിബിളും ആണ്, അതായത് അയവുള്ളതുമാണ് എന്നാൽ കാഠിന്യമേറിയതുമാണ്. അപ്പം ആ ഒരു രണ്ടർത്ഥത്തിലും നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്താണ് ഫെഡറൽ സിസ്റ്റം, എന്താണ് യൂണിയൻ സിസ്റ്റം എന്ന് പറയാം. ഒരു രാജ്യത്തെ കുറേയേറെ ചെറിയ ചെറിയ ഭാഗങ്ങൾ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 50 സംസ്ഥാനങ്ങളോളം ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക എന്ന് പറഞ്ഞ ഈ രാജ്യം ഉണ്ടായേക്കുന്നത്. അപ്പം അതായത് ഓരോ 50 ചെറിയ സംസ്ഥാനങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാണ് അമേരിക്ക എന്ന് പറഞ്ഞ ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു രാജ്യത്തെ ചെറിയ ചെറിയ സ്വതന്ത്ര ഭരണ ശേഷിയുള്ള ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളെ കൂടിച്ചേർന്നുണ്ടായേക്കുന്ന ഒരു രാജ്യമാണ് ഫെഡറൽ രാജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്വതന്ത്രമായിട്ട് ഭരണവ്യവസ്ഥയ്ക്കുള്ള കുറേയേറെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒരു രാജ്യത്തിന്റെ ഭാഗമാണെങ്കിൽ ആ രാജ്യം ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒന്നുകൂടി പറയാം, ഒരു രാജ്യത്തെ ചെറിയ ചെറിയ സ്വതന്ത്ര ഭരണവ്യവസ്ഥകളൊക്കെ ഉള്ള സ്ഥലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രാജ്യം ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യം എന്ന് പറയാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ ഈ സ്വതന്ത്ര ഭരണ വ്യവസ്ഥയ്ക്കുള്ള 50 സംസ്ഥാനങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ ഐക്യനാടായിട്ട് ആ ഒരു രാജ്യം മാറിയത്. ഇനി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു രാജ്യം അതൊരു കേന്ദ്രീകൃതമായിരിക്കും. ആ രാജ്യത്തെ ഭരിക്കുന്നത് ഒറ്റ ഒരു ഭാഗത്തു നിന്നായിരിക്കും. ഇപ്പം
അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന UK കാര്യത്തെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ അതൊരു യൂണിയനാണ്. അതിനൊരു സെൻട്രൽ ആയിട്ടൊരു പാർലമെന്റ് അല്ലെങ്കിൽ ഒരു ഭരണ വ്യവസ്ഥയുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ആ ഒരു ഏരിയ മുഴുവൻ ഭരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫെഡറൽ സിസ്റ്റവും യൂണിറ്ററി സിസ്റ്റവും യൂണിയനും തമ്മിലുള്ള വ്യത്യാസം. ഫെഡറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്വതന്ത്ര ഭരണ വ്യവസ്ഥയുള്ള സ്ഥലങ്ങൾ ആ ഒരു രാജ്യത്തിന്റെ ഭാഗമായിരിക്കും. യൂണിയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, യൂണിയൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ രാജ്യം കേന്ദ്രീകൃതമായിരിക്കും. അവിടെ ഒറ്റ പവറുള്ള ഒരു സെന്റർ, ഒരു കേന്ദ്രം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ കേന്ദ്രമായിരിക്കും ആ ഒരു രാജ്യം മുഴുവനായിട്ടും ഭരിക്കുന്നത്. ഈ ഒരു സെൻസിൽ പറയുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്, യൂണിറ്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സും യൂണിയൻ ഫീച്ചേഴ്സും നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതെന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാം ചോദ്യത്തിൽ കാണുന്നതാണ്, ഓപ്ഷൻസിലൊക്കെ കാണുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്താണ്, യൂണിറ്ററി ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ ചോദ്യത്തിൽ വരുന്നതാണ്. അപ്പം അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറൽ എന്ന് പറയുന്ന ഒരു വാക്ക് സൂചിപ്പിക്കുന്നേയില്ല. അത് ഓർത്ത് വെച്ചോളാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്, അല്ലെ ഫെഡറേഷൻ ആണ് എന്ന് ഒരിടത്തും സൂചിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ ആ ഒരു ഫെഡറൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. ഒന്ന്, 2 ഗവൺമെന്റുകളുണ്ട്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റുകളും ഉണ്ട്. നമുക്ക് ഇപ്പം കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മുഖ്യമന്ത്രിയെ ഭരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റും കൂടി ഉണ്ട്. അപ്പം എല്ലാ സ്ഥലത്തും 2 ഗവൺമെന്റ് ഉണ്ട്. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അമേരിക്കൻ ഐക്യനാടുകളിലും ഇത് തന്നെയാണ്. അവിടെ ഒരു പ്രസിഡന്റ് സെൻട്രലിന്റെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം ഓരോ സംസ്ഥാനങ്ങളിലും അവിടെ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് വരെ അവിടെ ഗവർണറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഗവർണർമാരുണ്ട്. അപ്പം 2 ഗവൺമെന്റ്, സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് ഉണ്ട്, കേന്ദ്രത്തിലും ഗവൺമെന്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ. ഇനി അടുത്തായിട്ട് പവറുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭരണഘടനയിലെ ഭരണ വിഷയങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പം സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാനുള്ള ചില ഏരിയാസ്, ചില വിഷയങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും പവറുകളും ഉണ്ടെന്ന് തന്നെയാണല്ലോ. അതിന്റെ അർത്ഥം അതൊരു ഫെഡറൽ ഫീച്ചറാണ്. ശരിക്കും സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാനുള്ള അവകാശം, അല്ലെ ചില വിഷയങ്ങളിലുള്ള പവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതാണ് നമ്മുടെ ഈ 3 ലിസ്റ്റ് കാണിക്കുന്നതും അത് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞാൽ ഈ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അമേരിക്കയിലുണ്ട് എഴുതപ്പെട്ട ഭരണഘടന, അതുപോലെ ഇന്ത്യയുടേതും എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. അപ്പൊ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്, ഒരു സവിശേഷതയാണ്. അത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. അടുത്തതായിട്ട് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതായത് ഒരു ഭരണഘടനയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, എല്ലാ ഭരണകാര്യങ്ങളിലും മുന്നോട്ട് നയിക്കുന്നത്. ആ ഭരണഘടനയ്ക്ക് മുകളിലായിട്ട് മറ്റൊരു നിയമങ്ങളോ മറ്റൊരു വ്യക്തിയോ അങ്ങനെയൊന്നും വരുന്നില്ല. ആ ഭരണഘടനയായിരിക്കും ആ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിയമം, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമം. അതിനൊക്കെയാണ് നമ്മൾ സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് മുകളിൽ യാതൊന്നുമില്ല. ആ ഭരണഘടന പറയുന്നതിന്റെ അപ്പുറം ബാക്കി ആർക്കും ചെയ്യാനും സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്യിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടന തന്നെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിർണ്ണയിക്കുന്നത്. അപ്പൊ സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു സവിശേഷതയാണ്. അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അടുത്തായിട്ട് റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു റിജിഡിറ്റി എന്താണ്, ഫ്ലെക്സിബിൾ എന്താണെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞു. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനയിലെ പ്രൊവിഷൻസിനെ, വിഷയങ്ങളെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കത്തില്ലെങ്കിൽ അത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം അങ്ങനെ ഒരു ഭരണഘടനയാണ് ഈ ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുടെ സവിശേഷത. അമേരിക്കയിൽ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലും റിജിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞ മൗലികാവകാശം പോലെയുള്ള ഭാഗങ്ങൾ എളുപ്പത്തിലൊന്നും മാറ്റാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണ് ചില ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചർ ആയിട്ടുള്ള റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ബാധകമാണ്. അടുത്തായിട്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി.
നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ഭരണഘടനയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ സ്വതന്ത്രമായിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ജുഡീഷ്യറി അത്യാവശ്യമാണ്. അപ്പൊ ഇന്ത്യയിലെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സുപ്രീം കോടതിയാണ് നിയമവും ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന്റെ മുകളിൽ യാതൊന്നുമില്ല. അതിപ്പം നമ്മുടെ പാർലമെന്റിനായിക്കോട്ടെ പ്രസിഡന്റിനായിക്കോട്ടെ ഇവർക്കൊന്നും ഇവർക്കൊന്നും അതിന്റെ മുകളിൽ ഒരു കൺട്രോൾ ഇല്ല. അപ്പം നമ്മുടെ സുപ്രീം കോടതിയാണ് നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന നീതിപീഠം. ആ ഒരു സ്ഥാനം മറ്റൊന്നിനും മാറ്റാൻ സാധിക്കത്തില്ല, അതിലൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമാണ്. അതപ്പം ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്, സവിശേഷതയാണ്. അത് ഇന്ത്യയിലും ബാധകമാണ്. അടുത്തായിട്ട് ബൈക്യാമറലിസം എന്ന് പറഞ്ഞാല് നമ്മുടെ പാർലമെന്റില് രണ്ട് സഭകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ലോക്സഭയും രാജ്യസഭയും. ഇതില് നമ്മുടെ ലോക്സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ജനങ്ങള് നേരിട്ട് തെരഞ്ഞെടുത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ് ശരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് 20 എംപിമാരോളം നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ ഓരോ സംസ്ഥാനങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായി, ഇപ്പൊ UP അല്ലെങ്കിൽ ബീഹാർ, മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചേക്കുന്ന സീറ്റ് വളരെ കൂടുതലാണ്. അപ്പം ഈ കുറച്ച് സംസ്ഥാനങ്ങളിൽ ഭരിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റ് നേടിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം ഭരിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലിരിക്കുന്നത്. അപ്പം ഇപ്പൊ കേരളം പോലെയുള്ള, അല്ല കേരളം, ഗോവ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ പോലെയുള്ള ആസാം, നാഗാലാൻഡ്, മിസോറാം ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങളിലെ കുറെ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ വിജയിച്ചു എന്ന് വെച്ച് കേന്ദ്രത്തിലെ നമ്മുടെ ഇന്ത്യ ഭരിക്കാൻ ഭാഗത്തിനാർക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ ശബ്ദത്തിന് മറ്റ് കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം, ഇപ്പൊ UP, ബീഹാർ, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് കിട്ടുന്ന അത്ര അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് അത്രയേറെ പവർ കിട്ടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യസഭ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള പോപ്പുലേഷന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സീറ്റുകൾ അലോട്ട് ചെയ്തേക്കുന്നത്. സംസ്ഥാനത്തിന്റെ ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് രാജ്യസഭ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് ബൈക്കാമറലിസം കൊണ്ടുണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സംസ്ഥാനങ്ങളുടെ ശബ്ദം അവിടെ ഉയർത്താനായിട്ടും കൂടി ഒരു ഹൗസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സഭ അവിടെ ഉണ്ട്. അപ്പം രണ്ട് സഭ, ബൈക്കാമറലിസം എന്ന് പറഞ്ഞാൽ അതാണ്, രണ്ട് സഭ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബൈക്കാമറലിസം. അപ്പോൾ ആ രണ്ട് സഭ ഉണ്ടെങ്കിൽ ഫെഡറൽ സിസ്റ്റത്തെ, അല്ലെങ്കിൽ ഈ ചെറിയ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്ത് വോയിസ് ആണ് കിട്ടുന്നതെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ആ ഒരു ചില സംസ്ഥാനങ്ങൾ മാത്രം ഭരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഓരോ ചെറിയ സംസ്ഥാനത്തിനും അവരുടെ ശബ്ദം ഉയർത്താൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ രാജ്യസഭ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആളുകളെ നോമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു രീതിയിൽ ബൈക്കാമറലിസം അങ്ങനെയാണ് ഫെഡറൽ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന ഓരോ ഫീച്ചേഴ്സും ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചറുകളാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും കൂടി കാണാവുന്ന ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പം ഇനി ചോദ്യം വരികയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഫെഡറൽ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞവയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന കൊടുത്തേക്കുന്ന ഫെഡറൽ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ കൊടുത്തേക്കുന്നത്, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നവയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒന്നുകൂടി പറയാം, രണ്ട് ഗവൺമെന്റ്, ഗവൺമെന്റ്, സംസ്ഥാനത്തും കേന്ദ്രത്തിലും രണ്ട് ഗവൺമെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. ഇനി ഡിവിഷൻ ഓഫ് പവേഴ്സ്, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായിട്ട് അവരുടെ ആ ഒരു പവറിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന അവസ്ഥ. അതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു 3 ലിസ്റ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞത്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടുത്തെ കേന്ദ്രത്തിനും ഗവൺമെന്റിനും പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു സവിശേഷതയാണ്. അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അടുത്തതായിട്ട് എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ ഫീച്ചറാണ്, ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇനി അടുത്തതായിട്ട് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉയരത്തിലുള്ള, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള, അടിസ്ഥാനമായിട്ടുള്ള ഭരണരേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന തന്നെയാണ്. അതിന്റെ മുകളിൽ മറ്റൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ആ ഒരു ഫീച്ചർ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. അത് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുകളിൽ യാതൊന്നും വരുന്നതായിരിക്കില്ല. അടുത്തതായിട്ട് അപ്പൊ എജിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഭരണഘടനയിൽ
ഭരണഘടനയിലെ വിഷയങ്ങളെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ലെങ്കിൽ അതൊരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ ആ ഒരു റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു സവിശേഷത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും ആപ്ലിക്കബിൾ ആണ്. അടുത്ത സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. നമ്മുടെ ഇവിടുത്തെ സുപ്രീം കോടതിക്ക് മുകളിൽ മറ്റൊന്നും ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ കോടതിയെ പറ്റി, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ പറ്റി പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സാധിക്കത്തില്ല. സുപ്രീം കോടതി ജഡ്ജിമാരെ അപകീർത്തിപ്പെടുത്തുന്ന പോലെ നമുക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാണ്, അതിനെ മറ്റാർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതും ഒരു ഫെഡറൽ ഫീച്ചറാണ്, ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. ഇനി അടുത്തത് ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ രണ്ട് സഭകൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണ് ബൈക്യാമറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ ലോകസഭയും രാജ്യസഭയും, അങ്ങനെ ആ ബൈക്യാമറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് ഇന്ത്യ ബാധകമായിട്ടുണ്ടല്ലോ, നമുക്ക് ലോക്സഭയും രാജ്യസഭയും ഉണ്ട് കേന്ദ്രത്തിൽ. അപ്പം ഇതെല്ലാം ഫെഡറൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന കാണപ്പെടുന്നതാണ്. ഇനി ഫെഡറൽ സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് ആണ് യൂണിറ്ററി എന്ന് നമ്മൾ പറഞ്ഞത്. ഫെഡറൽ സിസ്റ്റം ഒരു രാജ്യത്ത് ചെറിയ ചെറിയ സ്വതന്ത്ര ഭരണ വ്യവസ്ഥയുള്ള ഏരിയസ് ആയിട്ട് തിരിക്കുന്നതിനാണ് ഫെഡറൽ സിസ്റ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു യൂണിയൻ ഗവൺമെന്റ് എന്താണല്ലേ, യൂണിറ്ററി ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് കേന്ദ്രീകൃതമായിട്ടുള്ള സെൻട്രലായിട്ട് പവർഫുൾ ആയിട്ട് ഒറ്റ ഒരു ഭരണവ്യവസ്ഥ മാത്രമേ കാണുകയുള്ളൂ. ആ ഒരു ഭാഗത്തു നിന്നാണ് ഒരു രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്നതെങ്കിൽ അതാണ് യൂണിയൻ സിസ്റ്റം, യൂണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നോൺ ഫെഡറൽ ആയിട്ടുള്ള ആ ഒരു ഗവൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിലുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി ഇനി നമുക്ക് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ ഇവിടുത്തെ കേന്ദ്രമാണ് സംസ്ഥാനങ്ങളെക്കാളും ശക്തം എന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാലോ. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകളെക്കാളും വളരെയേറെ പവർഫുൾ ആണ്, കുറേയേറെ പവർഫുൾ ആണ്. സാമ്പത്തികമായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയേറിയ ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മുടേത്. അതൊരു യൂണിറ്ററി ഫീച്ചറാണ്. അടുത്തതായിട്ട് നമുക്ക് ഒറ്റ ഭരണഘടനയുള്ളൂ. നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയില്ല. ഇന്ത്യക്ക് മൊത്തമായിട്ടും ഒറ്റ ഒരു ഭരണഘടനയുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ ഫീച്ചറാണ്, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയുടെ ഫീച്ചറാണ് അത്. ഒറ്റ ഒരു ഭരണഘടനയെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക ഭരണഘടനയില്ല. പണ്ട് ജമ്മു കാശ്മീർ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് 2019 എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഒറ്റ ഒരു ഭരണഘടനയുള്ളൂ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി ഫീച്ചറാണ്, യൂണിറ്ററി ഗവൺമെന്റിന്റെ ഫീച്ചറാണ്. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിൽ ഒറ്റ ഒരു പൗരത്വമേ ഉള്ളൂ. നമ്മളിപ്പോൾ കേരളത്തിൽ ജനിച്ച ആളായിക്കോട്ടെ, തമിഴ്നാട്ടിൽ ജനിച്ച ആയിക്കോട്ടെ, കാശ്മീരിൽ ജനിച്ച ആളായിക്കോട്ടെ, ആസാമിൽ ജനിച്ച ആളായിക്കോട്ടെ, ഇവരെല്ലാം ഇന്ത്യൻ പൗരരാണ്. ഇവർക്ക് മറ്റ് ഐഡന്റിറ്റികളൊന്നുമില്ല. ഇവർ ഇന്ത്യൻ പൗരരാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവർക്ക് ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് തന്നെയാണ്. ഇവർ ഇന്ത്യൻ പൗരത്വം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ ഇന്ത്യയിൽ എവിടെ ഒരേ സ്റ്റാറ്റസ് തന്നെയാണ്. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. അവിടെ ഓരോ സംസ്ഥാനത്തും പ്രത്യേകം പൗരത്വമാണ്. അവിടെ ഇപ്പം മാസച്യൂസെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് ഒരു പൗരത്വമുള്ള ഒരാൾക്ക് ചിലപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് പൗരത്വം ഉണ്ടായെന്ന് വരില്ല. അല്ലെങ്കിൽ അവിടെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒന്നിലേറെ സംസ്ഥാനത്തും പൗരത്വം എടുക്കാൻ സാധിക്കും. അപ്പം അവിടെ ഉള്ള ആളുകൾ അമേരിക്കൻ പൗരനുമാണ്, ആ സംസ്ഥാനങ്ങളിലെ പൗരനുമാണ്. ഇന്ത്യ പക്ഷെ അങ്ങനെയില്ല. ഇന്ത്യയിൽ ഒറ്റ ഒരു പൗരത്വമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്ററി ഫീച്ചറാണ്, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണഘടനയുടെ ഒരു ഫീച്ചറാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഒറ്റ ഒരു പൗരത്വം മാത്രമുള്ള, സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി ഫീച്ചർ. ഇനി ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഒരു പുതിയതായിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ഭാഷ പുതിയതായിട്ട് കൊണ്ടുവരണമെങ്കിൽ, അതെല്ലാം കേവലം ഒരു നിയമം ഉണ്ടാക്കുന്ന പോലെ ഇവിടെ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഒരു കേവല ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരിക്കുന്നവരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ആ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഭരണഘടന ഫ്ലെക്സിബിൾ ആണ്, അയവുള്ള ഭരണഘടനയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി ഗവൺമെന്റിന്റെ ഫീച്ചറാണ്, അയവുള്ള ഭരണഘടന. അടുത്തതായിട്ട് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോടതിയുണ്ട്. നമ്മുടെ രാജ്യത്തിന് മൊത്തമായിട്ടും സുപ്രീം കോടതിയുണ്ട്.
അതിന്റെ താഴെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പ്രദേശങ്ങൾക്കുമായിട്ട് ഹൈക്കോടതികളുണ്ട്. നിങ്ങൾക്കറിയാം കേരളത്തിൽ ഹൈക്കോടതി ഉണ്ട്, നമ്മുടെ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈക്കോടതി ഉണ്ട്. അതുപോലെ ഓരോ കേരളത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും തന്നെ ഹൈക്കോടതികളുണ്ട്. എല്ലാത്തിനും ഉണ്ടെന്നല്ല, പക്ഷെ ഓൾമോസ്റ്റ് 90% സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതികളുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് മൊത്തമായിട്ടും ഒരു സുപ്രീം കോടതിയുണ്ട്, അതിന്റെ താഴെ സംസ്ഥാനങ്ങൾക്കൊക്കെ ആയിട്ട് ഹൈക്കോടതിയുണ്ട്, അതിന്റെ താഴെ ഡിവിഷണൽ കോർട്ടുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മുനിസിഫ് കോർട്ടുകൾ, അല്ലെ സെഷൻസ് കോർട്ടുകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോടതികൾ ഇതിന്റെ താഴെ വരുന്നുണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, ഓരോ ജില്ല ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ അതിലും ചെറിയ സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ചെറിയ ചെറിയ കോടതികൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന്റെ അർത്ഥം ഈ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ഒരു ജില്ലയിൽ നടക്കുന്ന കേസുകൾ, ആ കേസുകളെ തീർപ്പ് കൽപ്പിക്കാനായിട്ട് ഒരു സംസ്ഥാനം മുഴുവൻ, അപ്പം ഈ സംസ്ഥാനങ്ങളിൽ മൊത്തം കേസ് നടത്തിയിട്ടും, അതായത് ഹൈക്കോടതി കേസ് നടത്തിയിട്ടും തീരുമാനമാകത്തതിന് സുപ്രീം കോടതിയിലേക്ക് വിടുന്നു. അപ്പം ഒരു ഇന്ത്യക്ക് മൊത്തമായിട്ടുള്ള കോടതി ചെറിയ ചെറിയ ഈ ഏരിയാസിലെ കേസുകളും തീർപ്പാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഫീച്ചർ യൂണിറ്ററി ഗവൺമെന്റിന്റെ ഒരു സവിശേഷതയാണ്. അപ്പം ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഈ ചെറിയ ചെറിയ ആ ഒരു ബ്രാഞ്ച് പോലെയുള്ള ആ കോടതിയുള്ള ബ്രാഞ്ച്, നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടല്ലോ. എങ്കിലും ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, അതിന്റെ താഴെ ഹൈക്കോടതികൾ, അതിന്റെ താഴെ ഈ പറഞ്ഞ ഡിവിഷണൽ കോടതികളും സെഷൻസ് കോടതി ആയിക്കോട്ടെ, അങ്ങനത്തെ മുനിസിഫ് കോടതി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോടതികൾ വരുന്നു. ആ ഒരു നെറ്റ്വർക്ക് പോലെയുള്ള ആ ബ്രാഞ്ച് പോലെയുള്ളതിനാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ, യൂണിറ്ററി ഗവൺമെന്റിന്റെ ഫീച്ചർ. ഇനി നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. കേരളത്തിന്റെ മുൻ ഗവർണറായി കേട്ടിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹത്തെ പറ്റി എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണർമാരുണ്ട്. ഈ ഗവർണർമാർ ശരിക്കും ഇവിടെ വന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വാർത്ത കേൾക്കുന്നുണ്ട്. ഇവര് കേന്ദ്ര ഗവൺമെന്റിന്റെ ആശയങ്ങൾ സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന ഭരണത്തിനും കൂടി എത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവർണർമാര് വരിക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഗവർണർമാരെ കേന്ദ്രം അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് യൂണിറ്ററി ഗവൺമെന്റിന്റെ ഒരു ഫീച്ചറാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവർണർമാരെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂണിറ്ററി ഗവൺമെന്റിന്റെ ഒരു ഫീച്ചറാണ്, സവിശേഷതയാണ്. അടുത്തായിട്ട് ഓൾ ഇന്ത്യ സർവീസുകളായിട്ടുണ്ടായിരിക്കും IAS, IPS, അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇങ്ങനെയുള്ളവയാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിക്കോട്ടെ, ഇന്ത്യൻ പോലീസ് സർവീസ് ആയിക്കോട്ടെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇന്ത്യ മുഴുവനായിട്ടും ഭരിക്കുന്ന ഒറ്റ ഒരു വിങ്ങാണ്. ഇപ്പം IAS എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു വിങ്ങാണ്, ഇവര് തന്നെയാണ് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത്. അപ്പം കേന്ദ്രീകൃതമായിട്ടുള്ള ഈ ഒരു ഓഫീസർമാരാണ് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞ ഒരു യൂണിറ്ററി ഫീച്ചറിന്റെ ഭാഗമാണ്. എമർജൻസി പ്രൊവിഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടവയാണ് എമർജൻസി പ്രൊവിഷൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് മൊത്തമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളുടെ പവറിനെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഭരണവ്യവസ്ഥയെ തൽക്കാലത്തേക്ക് ഒന്ന് സ്തംഭിപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് ഈ അടിയന്തരാവസ്ഥയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി സിസ്റ്റത്തിന്റെ, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. അതും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ്. അപ്പോൾ ഈ ഫെഡറൽ സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ, യൂണിറ്ററി സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ, ഫെഡറൽ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് ഏതൊക്കെയെന്ന് നമ്മൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചു. ഇനി യൂണിറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിലുള്ളത് എന്തൊക്കെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നുകൂടി പറയാൻ, ഒരു സ്ട്രോങ് സെന്റർ, ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി സിസ്റ്റത്തിന്റെ എക്സാമ്പിളാണ്, അല്ലെ സവിശേഷതയാണ്. അടുത്തതായിട്ട് ഇന്ത്യയിൽ ഒറ്റ ഭരണഘടനയുള്ളൂ, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായിട്ട് ഒറ്റ ഭരണഘടനയുള്ളൂ, അത് യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഒരു സവിശേഷതയാണ്. അടുത്തായിട്ട് ഇന്ത്യയിൽ ഒറ്റ പൗരത്വമില്ല, നമ്മൾ ഇന്ത്യൻ പൗരനാണ്, അല്ലാതെ നമ്മൾ കേരളത്തിന്റെ പൗരനോ തമിഴ്നാടിന്റെ പൗരനോ ആസാമിന്റെ പൗരനോ ഒന്നുമല്ല, നമ്മൾ ഇന്ത്യൻ പൗരൻ എന്നുള്ളതാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പം ഇന്ത്യയിൽ ഒറ്റ ഒരു പൗരത്വേ ഉള്ളൂ. ആ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ളത് യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ മാറ്റം വരുത്താൻ സാധിക്കുന്ന അയവുള്ളത്, നമ്മുടെ ഭരണഘടനയിലെ വിഷയങ്ങളെ മാറ്റം വരുത്താൻ സാധിക്കുന്നത് ഒരു യൂണിറ്ററി സിസ്റ്റമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വിഷയങ്ങൾ അങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇന്ത്യൻ ഭരണഘടന ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതൊരു യൂണിറ്ററി ഫീച്ചറാണ്. ഈ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, അതിന്റെ താഴെ കുറെ ഹൈക്കോടതികൾ, അതിന്റെ താഴെ
ഡിവിഷണൽ കോടതികൾ, മുനിസിപ്പൽ കോടതി, സെഷൻസ് കോടതി ഇങ്ങനെയുള്ളവയൊക്കെ വരുന്നതാണ്. ആ ഒരു ബ്രാഞ്ച് കൂടെ വരുന്നതാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ്. അത് നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. അടുത്തതായിട്ട് സംസ്ഥാനത്ത് ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്നു. ഇത് ഒരു യൂണിറ്ററി ഫീച്ചറാണ്, യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. നമ്മുടെ ഇന്ത്യയിൽ അത് ഉണ്ടല്ലോ, സംസ്ഥാനത്തെ ഗവർണർമാരെ കേന്ദ്രമാണ് നിയമിക്കുന്നത്. അടുത്തതായിട്ട് ഓൾ ഇന്ത്യ സർവീസുകൾ, IAS ആയിക്കോട്ടെ, IPS ആയിക്കോട്ടെ, ഫോറസ്റ്റ് സർവീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇന്ത്യ മൊത്തമായിട്ടും ഭരിക്കുന്ന ഒറ്റ ഒരു സിസ്റ്റമാണ്. അതും യൂണിറ്ററി, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ, യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചർ അങ്ങനെ ഇന്ത്യയിലുണ്ട്. അടുത്തതായിട്ട് അടിയന്തരാവസ്ഥ, എമർജൻസി പ്രൊവിഷൻസ്. രാജ്യം ഏതെങ്കിലും വെല്ലുവിളി നേരിട്ട് കഴിയുമ്പോൾ സംസ്ഥാനങ്ങളുടെ ആ അവകാശങ്ങളെ തൽക്കാലം സ്തംഭിപ്പിച്ച് കേന്ദ്രം ആ ഒരു പവർ ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് ഈ അടിയന്തരാവസ്ഥ ആ സമയത്ത് സംഭവിക്കുന്നത്. അതാണ് എമർജൻസി പ്രൊവിഷൻസ്. അതും ഒരു യൂണിറ്ററി ഗവൺമെന്റിന്റെ ഫീച്ചറാണ്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലുള്ള യൂണിറ്ററി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയോ ഈ ഫെഡറൽ സിസ്റ്റത്തിന്റെ, യൂണിറ്ററി സിസ്റ്റത്തിന്റെ പേരിൽ ചില കോൺസ്റ്റിറ്റ്യൂഷൻ മേഖലയിൽ പഠനങ്ങൾ നടത്തിയേക്കുന്ന, അല്ലെങ്കിൽ ആ മേഖലയിലെ അഗ്രഗണ്യരായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ചില നിക്നെയിമുകൾ, അല്ലെങ്കിൽ സവിശേഷതകൾ, അല്ലെങ്കിൽ ചില വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇടയ്ക്ക് ചോദ്യത്തിൽ വരുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാസി ഫെഡറൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിളിച്ച ഭരണഘടന വിദഗ്ധനാര്, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ KC ബിയർ എന്ന് നിങ്ങളപ്പം ഓർത്ത് വെച്ചുള്ള KC ബിയർ എന്ന് പറഞ്ഞ ഭരണഘടനാ വിദഗ്ധൻ ഇന്ത്യൻ ഭരണഘടനയെ വിളിച്ചത് ക്വാസി ഫെഡറൽ എന്നും, ഫെഡറൽ ഇൻഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, ഇങ്ങനെയൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് KC ബിയർ എന്ന് പറഞ്ഞ ഭരണഘടനാ വിദഗ്ധനാണ്. അപ്പം ഫെഡറൽ ഇൻഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, ഫെഡറൽ ഇൻഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ, ഇങ്ങനെയൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് KC ബിയർ എന്ന് പറഞ്ഞ ഭരണഘടനാ വിദഗ്ധനാണ്. ഇനി മാർഗൈനി ഫെഡറലിസം ആണ് ഇന്ത്യയുടേത് എന്ന് പറഞ്ഞത് മോറിസ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അടുത്തത് കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാനുവൽ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അടുത്തത് ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. അപ്പം ഈ പറഞ്ഞേക്കുന്ന എഴുത്തുകാരും ഇവരെങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചതെന്നും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇന്ത്യൻ ഫെഡറലിസത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്നും കൂടി ഓർത്ത് വെച്ചോളൂ. ഇത് ചോദ്യത്തിൽ കാണുന്നതാണ്. ഒന്നുകൂടി പറയും, ഫെഡറൽ ഇൻഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്നും ക്വാസി ഫെഡറൽ എന്നും ഇന്ത്യൻ ഭരണഘടനയെ വിളിച്ചത് KC ബിയർ എന്ന് പറഞ്ഞ ഭരണഘടനാ വിദഗ്ധനാണ്. അടുത്തതായിട്ട് ബാർഗൈനി ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയെ വിളിച്ചത് മോറിസ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ വിദഗ്ധനാണ്. അടുത്തത് കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ് ഇന്ത്യയുടേത് എന്ന് പറഞ്ഞത് ഗ്രാനുവൽ ഓസ്റ്റിനാണ്. ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് എന്ന് പറഞ്ഞ ഭരണഘടനാ വിദഗ്ധനാണ്. അപ്പൊ ഇവരെല്ലാം കുറേയേറെ രാജ്യങ്ങളുടെ ഭരണഘടനയെ പറ്റി പഠിച്ചവരും അതിനെപ്പറ്റി അറിവുള്ളവരും ഒക്കെയാണ്. അപ്പം അവര് ഇന്ത്യൻ ഭരണഘടനയിലെ സവിശേഷതകളെ എല്ലാം കൂടി നോക്കിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെയാണെന്നുള്ള രീതി വിശേഷിപ്പിച്ചത്. അപ്പം ഈ രീതിയിൽ ഓരോ എഴുത്തുകാരും എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് നോട്ട് വെച്ചോളൂ. അത് ചോദ്യത്തിന് ഇടയ്ക്ക് കാണുന്നതാണ്. ആ നോട്ട് ഇട്ട് തരാം. അപ്പം നിങ്ങൾ ഇടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തായിട്ട് ഇന്ത്യൻ ഭരണഘടനയാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. നിങ്ങൾ കേട്ടുണ്ടാക്കി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയില് ഒരു പാർലമെന്റ് ഉണ്ട്. അതിന്റെ അർത്ഥം പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, പാർലമെന്ററി ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് പാർലമെന്റ് ഉള്ളത്. അപ്പം പാർലമെന്ററി ഗവൺമെന്റിന്റെ എന്തൊക്കെ സവിശേഷതകളാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരു പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ലോക്സഭ, നിയമസഭ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിസഭ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ്, ഇവരെല്ലാം ഈ പറഞ്ഞ പാർലമെന്റിന്റെ ഭാഗം തന്നെയാണ്. അതില്
നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്, കേന്ദ്ര മന്ത്രിസഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പം അവരാണ് റിയൽ ആയിട്ടുള്ള ഭരണം കൈയാളുന്നത്, ശരിക്കുള്ള ഭരണം കൈയാളുന്നത് ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവര് പാസ്സാക്കി വിടുന്ന നിയമങ്ങളായിക്കോട്ടെ തീരുമാനങ്ങളായിക്കോട്ടെ ഇതിന് വെറുതെ ഒപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പേരിന് ഒരു ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ചുമതല മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റിനുള്ളത്. അതിന്റെ അർത്ഥം അദ്ദേഹം എന്ന് പറഞ്ഞാല് ശരിക്കും പവർ പ്രസിഡന്റ് അല്ല കൈയാളുന്നത്, അദ്ദേഹം അവിടെ ആ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് മാത്രം. അപ്പം അങ്ങനെ ഒരു സ്ഥാനത്തിനാണ് നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ശരിക്കും പവർ കൈയാളുന്നത് ആ ഒരു ഭരണകാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയാണ്. ഇവരാണ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ശരിക്കുള്ള തീരുമാനം എടുക്കുന്നവർ, ഏറ്റവും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയാണ്. ഇവരാണ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി പ്രസിഡന്റ് എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു ചടങ്ങ് തീർക്കുക, അല്ല വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അങ്ങനത്തെ ആ ഒരു രീതി പേരിന് ഒരു പവർ കൈയാളുന്നു എന്ന് മാത്രമേ നമ്മുടെ പ്രസിഡന്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അദ്ദേഹത്തിന് നോമിനലായിട്ടുള്ള നാമമാത്രമായിട്ടുള്ള പവറുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അത് നമ്മുടെ ഇവിടെ നോമിനൽ എക്സിക്യൂട്ടീവ്, റിയൽ എക്സിക്യൂട്ടീവ് അതാണ്. നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആണ്. റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇത് രണ്ടും ഉണ്ട്, നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. ഇത് പാർലമെന്ററി ഫീച്ചറിന്റെ, പാർലമെന്ററി ഗവൺമെന്റിന്റെ ഒരു ഫീച്ചറാണ്, സവിശേഷതയാണ്. ഇനി അടുത്തതായിട്ട് ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി ഭരിക്കുക എന്നുള്ളത് പാർലമെന്ററി ഗവൺമെന്റിന്റെ ഫീച്ചറാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ നടക്കുന്നത്. ഇപ്പൊ ഭരിക്കുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയ, അപ്പം മജോറിറ്റി കിട്ടിയ പാർട്ടി ഭരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ CPM-ന് കൂടുതൽ മജോറിറ്റി കിട്ടി, അതുകൊണ്ട് അവര് ഭരിക്കുന്നു. അപ്പൊ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ലെജിസ്ലേച്ചർ. ഇത് ഉദ്ദേശിക്കുന്നത് കൂട്ടുത്തരവാദിത്വം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കേന്ദ്ര മന്ത്രിസഭ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ, അതില് ഇവർക്കെതിരെ ഒരു അവിശ്വാസം നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുവരികയാണെങ്കിൽ, പാർലമെന്റിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ലോക്സഭയിൽ കൊണ്ടുവരികയാണെങ്കിലും ആ അവിശ്വാസം പാസ്സാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ താഴെ പോയി പിന്നീട് അവർക്ക് ഭരണം കൈയാളാൻ സാധിക്കുന്നില്ലെന്നാണ്. അപ്പം ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ നാളെ ഒരു അവിശ്വാസം നമ്മുടെ ലോക്സഭയിൽ വരികയും ആ അവിശ്വാസം പാസ്സാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മന്ത്രിസഭ താഴെ പോയി അല്ലെങ്കിൽ അതവിടെ വീണു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞു സുപ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ആ ഒരു ഭാഗം അവരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ മന്ത്രിസഭയെല്ലാം എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്, നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. നമ്മുടെ മന്ത്രിസഭ, പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അപ്പം ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് നമ്മുടെ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ലോക്സഭയില് ഒരു അവിശ്വാസം പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് താഴെ പോയിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ എക്സിക്യൂട്ടീവിന് ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ലോക്സഭയോട് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർക്കൊരു വിധേയത്വം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ലോക്സഭയുടെ മുമ്പിൽ ഇവരവരുടെ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലോക്സഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് നിലകൊള്ളുന്നത്. ആ ഒരു അർത്ഥത്തെയാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നത്. ഇനി മെമ്പർഷിപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ലെജിസ്ലേച്ചർ. നമ്മുടെ ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് എല്ലാവരും നമ്മുടെ ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണ്. എന്നെങ്കിൽ ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിലാണെങ്കിൽ അവരെല്ലാം ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇനി അങ്ങനെ ആവാത്ത ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ അവർ 6 മാസത്തിനുള്ളിൽ ആയേ തീരുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരെല്ലാം, എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെല്ലാം ലെജിസ്ലേച്ചറിന്റെ, ഇപ്പൊ കേന്ദ്രത്തിലാണെങ്കിലും ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അവര് അംഗങ്ങളായിരിക്കും. ഇത് ഒരു പാർലമെന്ററി ഗവൺമെന്റിന്റെ ഫീച്ചറാണ്. അടുത്തതായിട്ട് ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ചീഫ് മിനിസ്റ്റർ. അപ്പൊ നമ്മുടെ കേന്ദ്രത്തില് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക. ഇപ്പം
നരേന്ദ്രമോദിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മുഖം എന്ന് നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹമാണ് കൂടുതലായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ പറ്റിയെല്ലാം മറ്റുള്ളവർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പം പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ നിലകൊള്ളുന്നത്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ പിണറായി വിജയനാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ആ ഒരു മുഖം, അല്ലെങ്കിൽ അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ചീഫ് മിനിസ്റ്ററും, കേന്ദ്രത്തിലാണ് പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലായിരിക്കും ഈ പാർലമെന്ററി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഈ ഡിസൊല്യൂഷൻ ഓഫ് ലോവർ ഹൗസ്, നമ്മുടെ ഇവിടുത്തെ ലോക്സഭ പിരിച്ചുവിടാവുന്ന ഭൂരിപക്ഷമുള്ള പാർട്ടി ഇപ്പം നരേന്ദ്രമോദി പറയുകയാണ്, നാളെ നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ലോക്സഭ പിരിച്ചുവിടാമെന്ന് പറയുകയും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടെന്ന് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുകയും ആ ഒരു സാഹചര്യത്തിൽ പിരിച്ചുവിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ലോക്സഭ പിരിച്ചുവിടാവുന്നതാണ്, അല്ലെ ഡിസല്യൂട്ട് ചെയ്യാവുന്നതാണ് എന്നാണ് ആ ലാസ്റ്റത്തെ പോർഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിസല്യൂഷൻ ഓഫ് ലോവർ ഹൗസ്, നമ്മുടെ ആ ഒരു ലോവർ ഹൗസ് അല്ലെ ലോക്സഭ പിരിച്ചുവിടാൻ സാധിക്കുക. അതെന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്ററി ഫീച്ചർ. നമ്മുടെ രാജ്യസഭ പിരിച്ചുവിടാൻ സാധിക്കില്ല, ലോക്സഭയെ പിരിച്ചുവിടാൻ സാധിക്കുള്ളൂ. അതൊരു പാർലമെന്ററി ഫീച്ചറാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള പാർലമെന്ററി ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടി പറയാം. ഒന്ന്, പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. റിയൽ എക്സിക്യൂട്ടീവ്, നോമിനൽ എക്സിക്യൂട്ടീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ സുപ്രധാന തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നതും നടപ്പാക്കുന്നതും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയാണ്. ഇനി അതിന് നാമമാത്രമായി അല്ലെങ്കിൽ ഒരു പേരിന് ഒരു അംഗീകാരം കൊടുക്കുക മാത്രമാണ് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പം അതാണ് നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് റിയൽ ആയിട്ട് പവർ ചെയ്യുന്ന റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയായിരിക്കും. അപ്പം പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു സവിശേഷതയാണ്. അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അടുത്തതായിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി, മജോറിറ്റി പാർട്ടികളോ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തതായിട്ട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ടു ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് നമ്മൾ പറഞ്ഞു മന്ത്രിസഭയൊക്കെയാണ് ആ ഒരു എക്സിക്യൂട്ടീവ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ആ മന്ത്രിസഭയെ താഴെ വീഴ്ത്താനായിട്ട് നമുക്ക് നിയമനിർമ്മാണം, ഇപ്പൊ ലെജിസ്ലേച്ചർ നമ്മൾ പറഞ്ഞു ലോക്സഭയിൽ ഒരു അവിശ്വാസം പാസ്സായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവുകളെ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും, അവർ താഴെ പോകുന്നു. അപ്പം അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എക്സിക്യൂട്ടീവിന്, മന്ത്രിസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, ലോക്സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അതാണ് ഇവിടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ടു ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരെല്ലാം ഏതെങ്കിലും സഭയിൽ, ഇപ്പം കേന്ദ്ര മന്ത്രിസഭയിലുള്ള മന്ത്രിമാരാണെങ്കിൽ അവർ ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർമാരായിരിക്കും. അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാം നമ്മുടെ നിയമസഭയിലെ മെമ്പർമാർ തന്നെയാണ്. അപ്പം മന്ത്രിമാരെല്ലാം ലെജിസ്ലേച്ചറിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ തന്നെയായിരിക്കും. അടുത്തതായിട്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. കേരള ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയനാണ്. അപ്പം പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന. അത് ഒരു പാർലമെന്ററി ഫീച്ചറാണ്. അടുത്തതായിട്ട് ഡിസൊല്യൂഷൻ ഓഫ് ലോ ഹൗസ്, നമ്മുടെ ഇവിടുത്തെ ലോക്സഭ പിരിച്ചുവിടാൻ സാധിക്കും നമ്മൾ പറഞ്ഞു, അതും ഒരു പാർലമെന്ററി ഗവൺമെന്റിന്റെ ഫീച്ചർ തന്നെയാണ്. ഇനി നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് പാർലമെന്ററി സോവറിനിറ്റിയും ജുഡീഷ്യൽ സുപ്രീമസിയും ഉണ്ടെന്നുള്ളത്. ഈ രണ്ട് വാക്കുകൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. പാർലമെന്ററി സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പാർലമെന്റിന് നമ്മുടെ ഭരണഘടനയിലെ നല്ലൊരു ഭാഗവും തന്നെ മാറ്റം വരുത്താൻ സാധിക്കും. അതിലെ പ്രൊവിഷൻസിന്, അതിലെ ചെയ്യേണ്ട രീതിക്ക് മാറ്റമുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഭരണഘടനയിലെ നല്ലൊരു ശതമാനം ഭാഗങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് നമ്മുടെ പാർലമെന്റിന് അധികാരമുണ്ട്. നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിള്, ആ അവകാശപ്രകാരം ഭരണഘടനയ്ക്ക്, നമ്മുടെ ഭരണഘടനയിലെ നല്ലൊരു ശതമാനം ഭേദഗതി ചെയ്യാൻ സാധിക്കും. അതിന്റെ അർത്ഥം നമ്മുടെ പാർലമെന്റിന് ഒരു അധികാരമുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഭേദഗതിക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, പരിധികളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പിന്നെ പഠിക്കും. എങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ പാർലമെന്റിന് ഭരണഘടനയിലെ നല്ലൊരു ശതമാനം വിഷയങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതിനുള്ള പവർ ഉണ്ട്. അതാണ് പാർലമെന്ററി സോവറിനിറ്റി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താനായിട്ട് പാർലമെന്റിന് അധികാരമുണ്ട്. അതാണ് പാർലമെന്ററി സോവറിനിറ്റി. ഇനി ജുഡീഷ്യൽ സുപ്രീമസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
പാർലമെന്റ് ഇങ്ങനെ പാസ്സാക്കുന്ന നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയെ ലംഘിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെ ഭരണഘടനയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഹനിക്കുന്നു അല്ലെങ്കിൽ മറികടക്കുന്നു എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ആ നിയമത്തെ അസാധുവായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. അപ്പം ജുഡീഷ്യൽ സുപ്രീമസി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, പാർലമെന്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ലംഘിക്കുന്നു എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ നിയമങ്ങളെ അസാധുവായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. അതിനെയാണ് ജുഡീഷ്യൽ സുപ്രീമസി എന്ന് പറയുന്നത്. ജുഡീഷ്യൽ സുപ്രീമസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാൻ പോകുന്നത് IT ആക്ട് 2000 എന്ന് പറഞ്ഞ ഒരു നിയമത്തില് ഓൺലൈൻ ഒഫൻസീവ് സ്പീച്ച്, അതായത് ഈ നമ്മുടെ നെറ്റിക്കൂടിയൊക്കെ വൈറലാകുന്ന പ്രസംഗങ്ങളിൽ ഒഫൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്പീച്ചുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാനും അവരെ ശിക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു പ്രൊവിഷൻ ഈ IT ആക്ട് 2000 ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള നമ്മുടെ ഫ്രീ സ്പീച്ച്, നമുക്ക് ഒരു മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 19. നമ്മുടെ അഭിപ്രായങ്ങളെ നമുക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ ഉന്നയിക്കാനൊക്കെയുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അതിനെ ഹനിക്കുന്നു എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഈ IT ആക്ട് 2000 പ്രകാരം. അപ്പൊ കോടതി എന്ത് ചെയ്തു? അതിനെ അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. IT ആക്ട് 2000 ഈ പ്രൊവിഷനെ, അതായത് ഒരു തരത്തിലും നമ്മുടെ റൈറ്റ് ടു ഫ്രീ സ്പീച്ചിനെ, നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് അഭിപ്രായം പറയാനുള്ള അവകാശത്തെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതിനെ ഉയർത്തിപ്പിടിച്ച് കോടതി IT ആക്ട് 2000 ഈ പ്രൊവിഷനെ, അതായത് ഓൺലൈൻ ഒഫൻസീവ് സ്പീച്ച്, ഓൺലൈനിൽ ഈ വിദ്വേഷം പരത്തുന്ന സ്പീച്ചുകളെ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രൊവിഷനില് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, അല്ലെങ്കിൽ അത് അസാധുവാക്കേണ്ടതുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷനെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീ സ്പീച്ചിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോടതി അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതാണ് ജുഡീഷ്യൽ സുപ്രീമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടും ഭരണഘടനയിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ടും ഏതെങ്കിലും നിയമങ്ങൾ പാസ്സാക്കിയാൽ ആ നിയമത്തെ അസാധുവായിട്ട് പ്രഖ്യാപിക്കാനുള്ള കോടതിയുടെ ആ ഒരു പവറാണ് ജുഡീഷ്യൽ സുപ്രീമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പാർലമെന്ററി സോവറിറ്റിയും ജുഡീഷ്യൽ സുപ്രീമസി ഇന്ത്യയിലുണ്ട്. അപ്പൊ പാർലമെന്ററി സോവറിറ്റി എന്താണ്? നമ്മുടെ ഭരണഘടനയിലെ നല്ലൊരു ഭാഗത്തെയും മാറ്റം വരുത്താനായിട്ട് ഭേദഗതി ചെയ്യാനായിട്ടുള്ള അവകാശം നമ്മുടെ പാർലമെന്റിനുണ്ട്. അതാണ് പാർലമെന്ററി സോവറിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി പാർലമെന്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയെ വിരുദ്ധമായിട്ടോ അല്ലെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസിന്, വിഷയങ്ങൾക്ക് വിരുദ്ധമായിട്ടോ ആണെന്ന് കോടതിക്ക് തോന്നിയാൽ ആ നിയമങ്ങളെ അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ കോടതിക്ക് അവകാശമുണ്ട്. അതാണ് ജുഡീഷ്യൽ സുപ്രീമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് രണ്ടും നമ്മുടെ ഭരണഘടനയുടെ ഒരു ഫീച്ചർ തന്നെയാണ്. ഇനി കുറച്ച് ഫീച്ചേഴ്സും കൂടി പറയാനുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ നോട്ട് പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഒരു ഗൂഗിൾ ഫോം എന്തായാലും അടുത്ത ദിവസം ഗ്രൂപ്പിൽ ഇടുമായിരിക്കും. അപ്പം നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾ എത്ര നാളായിട്ട് PSC പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ എക്സാംസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പഠനമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ആ ഒരു രീതിക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അനുയോജ്യമായിട്ട് ഒരു പഠന രീതി, പഠന സ്ട്രാറ്റജി ഒക്കെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ആ ഗൂഗിൾ ഫോം ഇടുന്നത്. അപ്പം ആ ഗ്രൂപ്പിൽ ആ ഗൂഗിൾ ഫോം ഇടുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് നോക്കാം. ഡൗട്ട് നമുക്ക് ഗ്രൂപ്പിട്ടേക്കാം. താങ്ക് യു.
താങ്ക് യു.